ഞാൻ എൻ്റെ 15 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്തിയ ഒരാളാണ്. ഐ ഹാവ് ബ്ലോക്ക്ഡ് ഹെർ എവരിവെയർ. ഞാനിത് പറയുമ്പോ എനിക്ക് ഉറപ്പുണ്ട് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല അത്. ഞാനെപ്പഴും വളരെയധികം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഞാനെപ്പഴും അറിയിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ്. അത് തന്നെയാണ് എനിക്ക് ഇപ്പില്ല. അത് ഞാൻ ഏറ്റവും അധികം ഹേർട്ട് ആവാനായിട്ടുണ്ടായ ഒരു കാരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിരുന്നാലും നമ്മൾ അവൾക്ക് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇന്നേ വരെ നമുക്ക് തിരിച്ചങ്ങോട്ട് കിട്ടിയതായിട്ട് തോന്നില്ല. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാറുണ്ട് പുള്ളിക്കാരി. എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വാക്കുകൾ കാണുമ്പോൾ കാണിക്കുന്ന ഒരു ഇഷ്ടം നമ്മൾ പറയില്ലേ, അപ്പോ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ, ഇത് ഉള്ളിലുണ്ടാവായിരിക്കും, പുറത്ത് കാണിക്കുക. എഫേർട്ടൊന്നും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കാണുന്ന ടൈമിലൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഞാനാണ് എപ്പോഴും മീറ്റ് ചെയ്യാനൊക്കെ ഓരോ പ്ലാനിങ്സ് ഉണ്ടാക്കുന്നത്. ഓൺലി ഞാൻ മാത്രമാണ് ആ ഒരു എഫേർട്ട് ഇട്ടത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും നാളായിട്ടുണ്ടായിരുന്നത്. ആൾക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്നപ്പോഴും ഞാൻ മാത്രമായിരുന്നു ഫ്രണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വേറെ ഫ്രണ്ട്സ് കിട്ടിയപ്പോഴും ഓക്കെ, അത് നോർമലാണ്. വേറെ ഫ്രണ്ട്സ് കിട്ടുമ്പോൾ നമ്മളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി നോർമൽ. ബട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാ, എന്റെ കല്യാണത്തിന് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പക്ഷെ അതില് വിളിച്ചതില് പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ആകെ 30 പേരില് വിളിച്ചതില് ആളുണ്ടായിരുന്നു. ആളെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാ, കല്യാണത്തിന് വരാതിരിക്കാൻ വേണ്ടി ഈവൻ ഞങ്ങൾ മുമ്പായിരുന്നാലും ഓരോ മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ, പുള്ളിക്കാരി ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് ആളത് ക്യാൻസൽ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്നത് നുണയാന്ന് അറിഞ്ഞാലും ഓക്കെ, സാരമില്ല, ഞാനത് ഉള്ളിൽ വെക്കാറില്ല എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടായതുകൊണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ബിഗ് ഡേ ആണ്. അപ്പൊ കല്യാണത്തിന് വരാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു 1 വീക്ക് ഓക്കെ, കല്യാണത്തിന് ഞാൻ വിളിച്ചു. തലേദിവസം വരണം, നമുക്ക് ഒരുമിച്ച് പാർലറിൽ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഓക്കെ, കുറേ നാളായിട്ട് നമ്മൾ അവോയ്ഡിങ് ആണ്. അതുകൊണ്ട് ഞാനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത്, ഓക്കെ, ആൾക്കാരുടേതായ ഇതുണ്ടാവില്ല എന്ന് കരുതി ഞാൻ എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്താണ് ഇരുന്നത്. കല്യാണത്തിന് വരാതിരിക്കാൻ 1 വീക്ക് മുമ്പേ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഡിപി നോക്കാറില്ലായിരുന്നു. നമ്മളുടേതായ ടെൻഷൻസ് ആ ടൈമിൽ ഉണ്ടാവല്ലോ. ഓൾറെഡി ഒരു 2, 3 ഡേയ്സ് മുമ്പേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു എന്നെ പരിചയമുള്ള എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. എന്നെ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നവർ വരെ തലേദിവസം വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തലേദിവസം വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി മാത്രം അറ്റ്‌ലീസ്റ്റ് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുമായിരുന്നു. നുണയാണെന്ന് അറിഞ്ഞാലും ഞാനതങ്ങ് ഓക്കെ എന്ന് പറയായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് പോലും വിഷ് ചെയ്യാനുള്ള മര്യാദ കാണിക്കാതെ എല്ലായിടത്തും എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തു പോയിന്നുള്ളതാണ്. 15 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോ നമ്മുടെ ഒരു അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഈവൻ അബ്രോഡ്ന്ന് പോലും ആൾക്കാര് നമ്മള് കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താ വരുന്ന ആൾക്കാർ നമ്മുടെ കൺമുന്നില് നമ്മള് കാണാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2, 3 ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പ് അത്രയും ഉള്ള ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് അവര് പോയി ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. സ്റ്റേജിൽ പോയി ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. അറിയാലോ, ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. മിനിമം ഒരു 2 ഡേയ്സ് എങ്കിലും വേണ്ടേ? അപ്പൊ അത്രേ പോലും വാല്യൂ, അതും ടോക്സിക് ആണെന്ന് ഇവള് തന്നെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഇവള് തന്നെ പല പൈസയുടെ പേരിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞ ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു. എന്തിന് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കിപ്പഴും അറിയില്ല. ഓക്കെ, ഞാനപ്പോഴാണ് തിരിഞ്ഞ് അതിന് ശേഷമാണ് ഓക്കെ, നമുക്ക് ഇത്രയും വാല്യൂ തന്നിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അപ്പോഴാണ് ഞാൻ പിന്നീട് പല കാര്യങ്ങളും പഴയത് ചിന്തിച്ചു വരുമ്പോ, ഞാൻ മാത്രാണ് എഫേർട്ട് ഇട്ടിട്ടുള്ളൂ എന്ന് ഞാൻ പല കാര്യങ്ങളും മനസ്സിലായത്. എന്റെ ഒരു റിലേഷൻ ഉം ആളുടെ പല പ്രശ്നങ്ങളും എനിക്ക് സ്വന്തം പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും എന്റെ പല മെയിൽ ഫ്രണ്ട്സിനെയും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈവൻ എന്റെ ശത്രുക്കളായവരെ വരെ ആൾക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആൾക്കത് സഹായം ആവുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത്, ഈ പറഞ്ഞ മെയിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ ക്ലോസ് ഫ്രണ്ട് ആവുമ്പോൾ ഞാൻ എന്റെ എല്ലാ സീക്രട്ടും ഷെയർ ചെയ്യല്ലോ. ഇവരുടെ അടുത്ത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നെ പറ്റിയുള്ള പല സീക്രട്ടുകളും, ഞാൻ പറഞ്ഞിട്ടുള്ള പല സീക്രട്ടുകളും അവരോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാര് അറിയാൻ പാടില്ലാന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരറിഞ്ഞ് പിന്നീട് അവര് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തിന് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കിപ്പഴും ശരിക്കും ഞാൻ ആലോചിക്കും. ഉം, ഏഹ്, എനിക്കിപ്പോ ആവശ്യത്തിലധികം ഫ്രണ്ട്സും ഉണ്ട്. നമ്മുടെ ടൈം ഡിസേർവ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, ഉം, എനിക്കറിയില്ല, ഞാനിപ്പോ അതിന് ശേഷം എന്നോ ഒരിക്കൽ ആ കുട്ടി എന്നെ ബ്ലോക്ക് മാറ്റിയായിരുന്നു.
ഞാനത് ഓൺ ദ സ്പോട്ട് ഞാൻ കണ്ട വശം ഞാൻ ആദ്യം ചെയ്തത് വേഗം കേറി ബ്ലോക്ക് ചെയ്തു. എനിക്ക് ആ ഒരു പ്രസൻസ് ഇനി ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാലേ, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത്. ഇതുപോലെ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ആൾക്കാരെ മേ ബി എന്നെങ്കിലും ഒക്കെ ആള് നമ്മുടെയൊക്കെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചുറ്റുമുള്ളവരാരും ജെന്യുവിൻ ആണെന്ന് എനിക്ക് ആളെന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെങ്കിലും അറിയട്ടെ.